നമസ്തേ ദോസ്തോ, ഹിന്ദി വേൾഡ് में आप सबका स्वागत है. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കടന്നാലോ. ഈ ചോദ്യം, തകഴി ശിവശങ്കർ പിള്ളൈ का उपन्यास ചെമ്മീൻ का ഹിന്ദി അനുവാദ കിസ്നെ കിയ. അപ്പോൾ തകഴിയുടെ ചെമ്മീൻ എന്ന് പറയുന്ന മലയാളം നോവൽ ആരാണ് ഹിന്ദിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തതെന്നാണ് ചോദ്യം. ആൻസർ ഭാരതി ദേവിയാണ്. ഇനി നമുക്ക് കുറച്ച് മലയാളം നോവൽസിൻ്റെ ഹിന്ദി ട്രാൻസ്ലേഷൻ ആരാണ് ചെയ്തതെന്ന് നോക്കാം. ചുനൗത്തി എന്ന് പറയുന്ന പേരിൽ തകഴിയുടെ തോട്ടിയുടെ മകൻ ഭാരതി വിദ്യാർത്ഥി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉറൂബിൻ്റെ മണ്ണും പെണ്ണും എന്ന് പറയുന്നത് മിട്ടി ഓർ നാരി എന്നുള്ള പേരിൽ കെ കൃഷ്ണമേനോൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബഷീറിൻ്റെ ബാല്യകാല സഖി അതേ പേരിൽ തന്നെ സുധാൻഷു ചതുർവേദിയും പി എൻ ഭട്ടതിരിയും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചന്തുമേനോൻ്റെ ഇന്ദുലേഖ എന്ന് പറയുന്ന നോവല് അതേ പേരിൽ തന്നെ വി എ കേശവൻ നമ്പൂതിരി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എസ് കെ പൊറ്റക്കാടിൻ്റെ ഒരു ദേശത്തിൻ്റെ കഥ, അതിനെ കഥ ഏക് പ്രാന്തർക്കി എന്ന പേരിൽ പി കൃഷ്ണൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ മരുന്ന് എന്ന് പറയുന്ന നോവല് ദവ എന്ന പേരിൽ എൻ ഇ വിശ്വനാഥൻ അയ്യർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കുറച്ചെണ്ണത്തിന് ഞാൻ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇത് നോക്കാം. ഗോസ്വാമി തുളസീദാസ് കെ ജീവൻ വൃത്ത് കോ ആധാർ ബനാക്കർ ലിഖാ ഗയ ഉപന്യാസ് കോൺസാ ഹെ. മാനസ് കാ ഹൻസാണ് ആൻസറായിട്ട് വരിക. അപ്പോൾ നിങ്ങൾക്കറിയാം മാനസ് കാ ഹൻസ് അമൃതലാൽ നാഗറിൻ്റെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ടാലോ. अमृतलाल नागर ने मानस का हंस नामक जीवनी परक उपन्यास में तुलसीदास के चरित्र का चित्रण किया है. ഇത് അദ്ദേഹം എഴുതുന്നത് 1972 പിന്നെ 1981 അദ്ദേഹം സൂർദാസിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് ഖഞ്ചൻ നയൻ എഴുതിയിട്ടുണ്ട്. ആ പേരിൽ ഉപന്യാസം എഴുതിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഉപന്യാസങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. महाकाल, बूंद और समुद्र, शतरंज के मोहरे, സുഹാഗ് കെ നുബർ. പിന്നെ അമൃതലാൽ നാഗറിൻ്റെ ഉപന്യാസങ്ങളെ രാംവിലാസ് ശർമ്മ ഹിന്ദിക്ക് ഗൈർ മാനക രൂപം കാ പിട്ടാര എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. കോട്ടരി കി ബാത്ത് കിസ്കി കഹാനി ഹെ. നമുക്കറിയാം അഗ്ഗീൻ്റെ കഹാനിയാണ് കോട്ടരി കി ബാത്ത്. ഇനി അഗ്ഗിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം നമുക്കെല്ലാവർക്കും അറിയാം, സച്ചിദാനന്ദ് ഹീരാനന്ദ് വാത്സ്യായൻ അഗ്ഗിയെ. അദ്ദേഹം ജനിച്ചത് 7 മാർച്ച് 1911 ഉത്തർപ്രദേശിലാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് ഹീരാനന്ദ് വാത്സ്യായനാണ്. അതാണ് അദ്ദേഹം തൻ്റെ പേരിൽ കൂട്ടിച്ചേർത്തത്. അദ്ദേഹത്തിൻ്റെ ഉപന്യാസങ്ങളാണ് ശേഖർ ഏക് ജീവനി, നദി കെ ദ്വീപ്, അപ്പനെ അപ്പനെ അജ്നബി. ഇനി കഹാനി സംഗ്രഹം നോക്കുകയാണെങ്കിൽ ഏ തേരെ പ്രതിരൂപ, വിബദത, കോട്ടരി കി ബാത്ത് ഇതെല്ലാം വരുന്നുണ്ട്. പിന്നെ കവിതകളിൽ ഫേമസ് ആയിട്ടുള്ളത് ആംഗൻ കെ പാർദ്വാറും കിത്നി നാവോമേ കിത്നി ബാറും ആണ്. അത് ഞാൻ ടൈപ്പ് ചെയ്തതിൽ കുറച്ച് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. ഇനി യാത്രാവൃത്താന്ത് പറയുകയാണെങ്കിൽ അരേ യായാവർ രഹേഗ, യാതാണ് ഫേമസ് ആയിട്ടുള്ളത്. പിന്നെ അദ്ദേഹം എഡിറ്ററായിരുന്നുള്ള പത്രം വരുന്നത് താരസപ്തക് ദിൻമാൻ എന്നാണ്. പിന്നെ അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി പുരസ്കാരം പിന്നെ ജ്ഞാൻപീഠ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കേരൾ ഹിന്ദി പ്രചാർ സഭ കി പത്രിക കോൺസി ഹെ. എൻ്റെ ആൻസർ കേരൾ ജ്യോതിയാണ്. ഇന്ന് പ്രകാശിതമാകുന്ന കുറച്ച് ഹിന്ദി പത്രികകളുടെ ചെറിയ ചെറിയ സൂചനകളോട് തരാൻ ആഗ്രഹിക്കുകയാണ്. സാഹിത്യ മണ്ഡൽ പത്രിക केरल हिंदी साहित्य मंडल द्वारा प्रकाशित होने वाली पत्रिका है. राष्ट्रवाणी हिंदी, मलयालम और तमिल भाषाओं में सामंजस्य स्थापित करने के लिए प्रकाशित होने वाली त्रिभाषा साप्ताहिक पत्रिका. केरल ज्योति केरल हिंदी प्रचार सभा द्वारा प्रकाशित होने वाली मासिक पत्रिका. हिंदी मित्र केरल से प्रकाशित होने वाली एक पत्रिका जिसका संपादन जी नीलकंठन नायर ने किया था. संग्रदन केरल से प्रकाशित होने वाली हिंदी पत्रिका. हिंदी विद्यापीठ केरल से निकलती थी. और अनुशीलन केरल से प्रकाशित होने वाली एक पत्रिका. कोचिन विज्ञान व प्रौद्योगिकी विश्वविद्यालय की शोध पत्रिका.
शोध सरोवर पत्रिका, एक समीक्षित त्रैमासिक हिंदी शोध पत्रिका, डॉक्टर पी लता मुख्य संपादक. ഇത്രയും വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. ഹിന്ദി ഭാഷാ കാ സംബന്ധ് കിസ് ഭാഷാ പരിവാർ സേ ഹെ? അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഭാരോപ്പിയ ആണ്. ഇനി ഭാഷാ പരിവാർ സെഷനിൽ നിന്ന് തന്നെയാണ് അടുത്ത 2 ചോദ്യങ്ങളും. അപ്പോൾ അത് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. അടുത്ത ചോദ്യം, ഭാരോപ്പിയ പരിവാർ के अंतर्गत आने वाली प्राचीन भाषा कौन सी है? आंसर വരുന്നത് അപഭ്രംശ ആണ്. सेमेटिक हेमेटिक परिवार की भाषाओं में सबसे संपन्न भाषा कौन सी है? അതിൻ്റെ ആൻസർ വരുന്നത് അറബി ആണ്. ഇനി നമുക്ക് പ്രമുഖമായിട്ടുള്ള ഭാഷാ പരിവാറെല്ലാം ഒന്ന് നോക്കാം. സ്ക്രീനിൽ ശ്രദ്ധിക്കുക. ആദ്യം ഹിന്ദ് ആര്യ ഭാഷാ പരിവാർ. അതിൽ വരുന്ന മെയിനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഷകളാണ് ഫാർസി, ഇറാനി, ഹിന്ദി, ഉറുദു, മറാഠി, പഞ്ചാബി, ഉഡിയ, അസമിയ, മൈഥിലി, ഭോജ്പൂരി, മാർവാടി, കൊങ്ങിണി. എക്സ്ട്രാ ഭാഷയും കൂടെ ഉണ്ട്, അതിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി ദ്രവിഡ് ഭാഷാ പരിവാറിൽ നമുക്കറിയാം സൗത്ത് ഇന്ത്യയിലെ ഭാഷകൾ എല്ലാം ഇതിൽ വരുന്നുണ്ട്. അതായത് കന്നഡ, മലയാളം, തെലുങ്കു ആ ഭാഷകളൊക്കെ ഇതിൽ ഉൾക്കൊള്ളുന്നതാണ്. പിന്നെ ആസ്ട്രോ ഏഷ്യാറ്റിക് ഭാഷാ പരിവാറിൽ വരികയാണെങ്കിൽ ഇതിൽ ഏറ്റവും വലിയ ഭാഷ എന്ന് പറയുമ്പോൾ സന്താലി വരും. പിന്നെ അതുകൂടാതെ ഭൂമിജ്, ഘാട്ടിയ, സാവര, മുണ്ടാരി ഈ ഭാഷകളൊക്കെ ഇതിൽ വരുന്നതാണ്. ഇനി ചീനി തിബ്ബത്തി ഭാഷാ പരിവാറിൽ വരുന്നതിലാണ് നാഗ, മണിപ്പൂരി, ഖാസി, ചമ്പ, ബോഡോ, തിബ്ബത്തി, ലഡാക്കി ഈ ഭാഷകളൊക്കെ ഉൾക്കൊള്ളുന്നത്. ഇനി ആൻഡമാനി ഭാഷാ പരിവാർ നമുക്കറിയാം ദ്വീപസമൂഹത്തിലെ ഭാഷകളൊക്കെ വരുന്നുണ്ട്. ആൻഡമാനി, ജാർവ, ഓങ്കെ അതൊക്കെ വരുന്നുണ്ട്. ഇനി സാമി ഹാമി അല്ലെങ്കിൽ നമുക്കതിനെ സെമറ്റിക് ഹെമറ്റിക് ഭാഷാ പരിവാർ എന്ന് പറയാം. ഇതിലാണ് ഇതിന് മുന്നേ നമ്മൾ കണ്ടായിരുന്നു അല്ലേ, അറബി പിന്നെ അറബി, അരാമി ഭാഷകളെല്ലാം ഇതിൽ വരുന്നുണ്ട്. സാമിയിൽ പിന്നെ ഹാമി ഇത് രണ്ടും കൂടി ചേർത്താണ് പൊതുവെ പറയാറ്. അതിൽ വരുന്നത് സൊമാലി, മിസ്ട്രി, ഗല്ല ഇതുപോലെയുള്ള ഭാഷകളും ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് പരിചയക്കാർക്കെല്ലാം ഷെയർ ചെയ്യുക.